പോപ്കോൺ പൊട്ടുന്ന കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ പോപ്കോൺ നമ്മൾ എണ്ണയിലേക്ക് എടുത്ത് പൊട്ടിച്ച് കഴിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ കടല ഇതുപോലെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ചില ആളുകൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കില്ല, എന്ന് ചിലർക്ക് അറിയായിരിക്കും. പക്ഷെ ചില ആളുകൾ എന്താ പറഞ്ഞാലും ഇത് വിശ്വസിക്കത്തില്ല, ഇത് കടലൊന്നും അല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ സപ്ലൈകോയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കടലുണ്ടല്ലോ, ആ ഒരു കടലയാണ് നമ്മൾ ഈ കടലക്കറിയൊക്കെ ഉണ്ടാക്കുന്ന കടല. ഈ ഒരു കടലയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിക്കോ. നമുക്ക് കുട്ടികൾ വൈകുന്നേരമൊക്കെ വരുന്ന ടൈമിൽ ചിലപ്പോൾ ഒന്നുമില്ല എന്നുള്ള ദിവസങ്ങളിലൊക്കെ കടല ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമുക്കൊക്കെ ഈ ടൈം വെറുതെ വൈകുന്നേരമൊക്കെ ഇരിക്കുന്ന ടൈമിൽ വെറുതെ ഒക്കെ ഇരുന്നൊന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് അതും നല്ല ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതായത് കണ്ടില്ലേ, നല്ല ചൂട് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി കടല മാറ്റിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇന്നാൾ ഇതുപോലെ ഒരു ടിപ്സിൻ്റെ ഇടയിൽ ഈ ഒരു വീഡിയോ ഇട്ടപ്പം ആളുകൾ പറഞ്ഞു കടല ഇടയ്ക്ക് മാറ്റിയെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ലൈവ് തന്നെ ഞാൻ ഇത് കാണിച്ചേക്കുന്നത് നേരെ എണ്ണയിലേക്ക് ഇട്ടേക്കുന്നതാണ്, പാക്കറ്റ് ചെയ്യപ്പെടി ഇട്ടേക്കുന്നതാണ്. കണ്ടോ, അത് പൊട്ടി വരുന്നത് കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് നമ്മൾ പോപ്കോൺ പൊട്ടി വരുന്ന പോലെ തന്നെ പൊട്ടി കിട്ടും. ഇത് മിക്ക ആളുകൾക്ക് ഈ ഒരു തിയേറ്ററിലൊക്കെ പോകുമ്പോൾ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു കടലയുടെ ഒക്കെ അത് തന്നെയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങളുണ്ടാക്കി വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളൊക്കെ വരുന്ന ടൈമിൽ മിനിറ്റ് വേണ്ട, സെക്കൻഡ് മതി. മിനിറ്റ് എന്നൊന്നും പറയാനല്ല, നമ്മൾ എണ്ണയിലേക്ക് ഇടുക, അതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങ് എടുക്കുക. അപ്പോൾ ഇത് നമ്മളുണ്ടല്ലോ നന്നായിട്ട് ഇതുപോലെ വറുത്ത് പൊട്ടിച്ചാണ് നമ്മൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ നമ്മൾ ടിന്നിൽ നിങ്ങളിത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നല്ല കറുമുറാന്ന് നല്ല ക്രിസ്പായിട്ട് നിൽക്കുകയും ചെയ്യും. കുട്ടികൾക്ക് ഇപ്പോൾ ഒരു മാസം ഇരുന്നാലും കേടാവത്തില്ല കേട്ടോ. വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ വെളിയിൽ നിന്നൊക്കെ കൊടുക്കുന്നതിലൊക്കെ എപ്പോഴും നല്ലത്. ഇതുപോലൊക്കെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അതുമല്ല വളരെ ഹെൽത്തിയാണ്, വേറൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ടിന്നിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇതുപോലെ വറുത്തിട്ട് ടിന്നിലേക്ക് ഇട്ട് വയ്ക്കുക. അതായത് ഇതുപോലെ കുറച്ച് എണ്ണയാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ആ എണ്ണ അതിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അധികം എണ്ണ കുടിക്കുകയൊന്നുമില്ല, എണ്ണ ചിലവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, മുകളിൽ തുള്ളി കൊടുക്കുക. പിന്നെ ഇതുപോലെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് തുള്ളി ഒന്ന് പിച്ച് പറിച്ചൊക്കെ അത് ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിനകത്ത് മുളക് പൊടി ഇടുന്ന ഇത് പാകം അറിയാതെ സ്കിപ്പായി പോയിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തിട്ടൊക്കെ ഇതുപോലെ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്കാണെങ്കിലും നമുക്കൊക്കെ ആണെങ്കിലും ചായയുടെ ഒപ്പം ചിലപ്പോൾ കടിക്കൊന്നും ഇട്ട ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. സെക്കൻഡ് മതി, മിനിറ്റ് ഒന്നും ആവശ്യമൊന്നുമില്ല. 2-3 സെക്കൻഡും കൊണ്ട് നമുക്ക് എണ്ണയിലിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? അത് മിക്കവർക്കൊക്കെ അറിയാം, ചിലർക്കൊന്നും അറിയത്തില്ല, ഇതൊന്നും പൊട്ടത്തില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇത് പൊട്ടും. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു ടിപ്സും ട്രിക്സൊക്കെ വീണ്ടും കാണാം. ബൈ.